ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമീപം 5:30 ആയിട്ടുണ്ട്. ഞാനും അമ്മീസും കൂടി ഒന്ന് വയനാട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ രണ്ടും മാത്രമല്ല കേട്ടോ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയുണ്ട്. കൂടെ പഠിച്ച ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഇന്ന് ഉഷാമ്മേനെയും സംഗീതേട്ടനെയും ഒന്നും കൂട്ടുന്നില്ല. ഇവിടുന്ന് ഞാനും അമ്മീസും മാത്രമേ ഉള്ളൂ. എന്നെ അവളെ കുത്തി എണീപ്പിക്കണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായിട്ട് കാണാം കേട്ടോ. ഓക്കേ. അങ്ങനെ ആമീസിനെ എണീപ്പിച്ച് പല്ലൊക്കെ തേച്ച് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അല്ല, ഇത് എവിടെ പോകാനാ നേരത്തെ എണീച്ചിന്? വയനാടാ? വയനാട് ആരാ ഉള്ളേ? രാധു ആൻറ്റീൻ്റെ വീട്ടിലോട്ട് പോകാനാ? നിങ്ങളുടെ അച്ഛനടുക്ക് നിൽക്കൂലേ? ഞാൻ പോയിട്ട് വരട്ടെ? ഇല്ല, അവള് സമ്മതിക്കൂല. അപ്പം ശരി കേട്ടാ, കാണാം. ദിലീപേട്ടൻ പറഞ്ഞ പോലെ കാലത്തന്നെ നേരം വെളുക്കുകയാണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? ഇത് ഇന്നലത്തെ കാറ്റിന് മഴയത്തും ഷീറ്റൊക്കെ ഫുള്ള് പൊട്ടിപ്പോയിട്ടോ. ഇതൊക്കെ നേരാക്കണം ഇനി. ഇന്നലെ മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ആമീസും റെഡി ആയിട്ടുണ്ട്. അവരെ കാത്തുക്കാണ്. ഇപ്പോൾ വരൂ കേട്ടോ. ഞാൻ പോയിട്ട് വരുന്നവരെ കുർത്തക്കേട് കളിക്കല്ലേ കേട്ടാ. ഇങ്ങോട്ടേക്ക് കരം ചെയ്യല്ലേ. ബൈ ബൈ. 7:30 ആവാനായി. നമ്മളിത് ഇറങ്ങി അവർ കൂട്ടാൻ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് 7:30ക്കുള്ള വൈബ്. ഇതാ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ചെറിയ തോതിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറ് വരുന്നുണ്ട് കേട്ടോ പോകാനുള്ള. എന്നാൽ പോയിട്ട് വരാം കേട്ടോ. ഞങ്ങളങ്ങനെ കാറിൽ കയറി. ഞാനും അമ്മീസും ബേക്കിലാട്ടോ ഇരുന്നത്. നമ്മുടെ കുളത്തിൽ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കുറേ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മീൻ പിടിക്കുന്ന കാര്യം, എന്തൊക്കെ മീനാണ് ഉണ്ടാവുമെന്നൊക്കെ അവന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. പ്രണീതും ദിലീപുമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇത് രണ്ടാട്ടാ. നമ്മൾ ഈ രണ്ട് ഗ്രൂപ്പുകളുടെ കൂടെയാണ്. ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട്, അധികം കൂടിയുണ്ട്. അശ്വതി ഉണ്ട്, അവളെ കൂട്ടാൻ വേണ്ടി പോവാണ്. ഇതാണ് അശ്വതി. നമ്മൾ 4 ആളും കൂടിയാണ് പോകുന്നത്. ഒരാളും കൂടെ പറഞ്ഞായിരുന്നു, അവൾ പിന്നെ വന്നിട്ടില്ല കേട്ടോ. അശ്വതിയുടെ വീട് മാടത്തിയാണ്. അപ്പോൾ അവളെയും കൂട്ടി ആറളം വഴി അങ്ങനെ കൊട്ടിയൂർ വഴി നമ്മളങ്ങനെ വയനാട് പോകാൻ പ്ലാൻ ചെയ്തത്. നമ്മൾ കൊട്ടിയൂർ എത്തിയിട്ടുണ്ട്. ഇതാണ് പ്രസിദ്ധമായ കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന ക്ഷേത്രം. ഇങ്ങനെ കാണുമ്പോൾ അതിശയമാണ്. കാരണം നമ്മൾ എപ്പോഴും പോകുമ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കാരും ബഹളവും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മളിങ്ങനെ പറയാമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പല സ്ഥലങ്ങളും കയറിയായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് രാധമ്മയുടെ വീട്ടിൽ പോണത്. ചെറിയ ചുരമാണ്. ഒരു 5 ഹില്ലുള്ള ഏരിയയാണ്. അപ്പോൾ ഓരോ 5 പിന്നെത്തുമ്പോഴും ഓരോരോ ഷോപ്പും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. അതിലേതോ ഒന്നിൽ നമ്മൾ കയറി കുറച്ച് സമയം ഇരുന്ന് സ്പെൻഡൊക്കെ ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അപ്പം നമ്മൾ ഇവിടെയല്ല കയറിയത്, അവിടെയാണ് കയറിയതെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം എല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ടെന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിട്ടില്ല. ഇവിടെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് സമയം ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോയത്. ഇവിടെ എത്തിവിടെ അമീസ് പറഞ്ഞു, അമ്മ എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് വിശക്കാൻ തുടങ്ങി. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ. എല്ലാവരും എടുക്കും. പിന്നെ അല്ല, ചായയും ചെറിയ സ്നാക്സും മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. അവിടെ 2-3 ഫോട്ടോയൊക്കെ എടുത്തു. ഒരാൾക്ക് ഭയങ്കര മടിയാട്ടോ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നോട് പറഞ്ഞു, നീ വീഡിയോ എടുക്കണം, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കുറേ നിന്ന് കേട്ടോ. ദിലീപിന് ഭയങ്കര മടിയായിരുന്നു വീഡിയോയിൽ നിൽക്കാനും ഇതിനൊക്കെ. ഇവിടുന്ന് കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടേ. ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തോക്കൊക്കെ പിടിച്ചിട്ട് കുറേ പട്ടാളക്കാരും പോലീസുകാരും അവരവരൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ചെക്കിംഗ് ആയിരുന്നു. ഇലക്ഷനല്ലേ, പണമുണ്ടോ, കുപ്പിയുണ്ടോ എന്നൊക്കെയായിരുന്നു ഓരോ സ്ഥലത്തുനിന്നും ഓരോരുത്തർ ചോദിച്ചത്. വയനാട് വന്നാൽ പിന്നെ അറിയാലോ, തേയിലത്തോട്ടം കാപ്പിത്തോട്ടം തന്നെ മെയിനായിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ കാപ്പിത്തോട്ടം ഇതൊക്കെ കാണും, വീഡിയോ എടുക്കും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് തന്നെ ഉണ്ടാവും.
എന്നാലും വീഡിയോ എടുത്തു പോകും. കാരണം എത്ര കണ്ടാലും മതി വരില്ല ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. ഇവിടേക്ക് ഇറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തേണ്ടതുകൊണ്ട് അവിടെയൊന്നും ഇറങ്ങിയിട്ടില്ല. ഈ കാണുന്ന ഫാക്ടറിയില്ലേ, ഈ ഫാക്ടറി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പം ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ വാങ്ങിച്ചത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് അവിടുന്ന് എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്താമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പറപ്പിച്ച് വിട്ടു. രാധിക പകുതി വരെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ വരും കേട്ടോ. അതുകൊണ്ട് അധികം ലേറ്റ് ആവാണ്ട് വേഗം പോകാൻ തന്നെ തീരുമാനിച്ചു. ആമീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ കൂട്ടത്തിൽ അവൾ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോയായിരുന്നു. നമ്മൾ പിന്നെ +2 കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയൊരു അനുഭവമായിരുന്നു. പഴയ കാര്യങ്ങളും തമാശയൊക്കെ പറഞ്ഞ് നേരം പോകുന്നേ അറിയുന്നുണ്ടായിട്ടില്ല. രാവിലെ ചെറിയ സ്നാക്സ് അല്ലേ കഴിച്ചുള്ളൂ. നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നൈസ് റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. ആമി ഇവിടെ സെറ്റായിട്ടോ. ഇവിടെ നിന്ന് ആമീസിൻ്റെ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവനവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ആമീസിന് എന്തായാലും എനിക്ക് കടലക്കറി എന്തായാലും വേണം, എനിക്ക് പൂരിയും കടലക്കറിയും വേണം എന്നായിരുന്നു അവൾ പറഞ്ഞത് കേട്ടോ. പൂരി കിട്ടിയില്ല, പൊറോട്ടയും പത്തലയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മാനന്തവാടി എത്തിയിട്ടുണ്ട്. ഫുള്ള് ഇലക്ഷൻ്റെ ഫുള്ള് പ്രചരണവും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എല്ലായിടത്തും ഇത് തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത്. വള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. ഇന്നലെ വരെ അവിടെ ഉത്സവം ഉണ്ടായിരുന്നു, ആഘോഷങ്ങളും ബഹളവും ഒക്കെ ആയിരുന്നു. ഒരുപാട് പേരുടെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. ആമീസിന് ജിറാഫിനെ കിട്ടി. ഈ ഉത്സവം തീരുന്നതിന് മുന്നേ വന്ന് പങ്കെടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ പ്ലാനിങ് ഒക്കെ മാറി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയല്ലോ. നല്ല ആകാശത്തൊട്ടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാം മിസ് ചെയ്തു. സാരമില്ല, അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് വരും ഇങ്ങോട്ട് എന്തായാലും, ഉറപ്പ്. പാവക്കുട്ടി ഐറ്റംസ് എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടത്? ആമീസേ ആന, ആമീസേ ആമ, ആമ. അയ്യോ പാവം. ആമീസിന് തത്തമ്മേനെയും നമ്മുടെ സ്വന്തം സിറാജിനെയും കിട്ടി ഗൈസ്. അല്ല സിറാജല്ല ജാഫർ. അങ്ങനെ രാധിക നമ്മൾ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ സ്കൂട്ടിയിലെ മുന്നിലും വഴികാട്ടിയായിട്ട് നമ്മൾ പുറകിലും അങ്ങനെ വന്നു. നല്ല അടിപൊളി നെൽപ്പാടങ്ങൾ വിളഞ്ഞ് പൂത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് കഴിയുമ്പോൾ അവൾ കൂടി ഉണ്ടാവും. ഒന്ന് ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണമായിരുന്നു. ഇവിടെ അങ്ങോട്ടേക്ക് ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. ഇങ്ങനത്തെ ഫുള്ള് ഏരിയ ആണ്, കുറേ ഏക്കർ കണക്കിനുണ്ടായിരുന്നത്. അങ്ങനെ അവൾ നമ്മളെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പുൽപ്പള്ളി എത്തി. അവരൊക്കെ സാധനം മേടിക്കാൻ വേണ്ടി പോയി. വെയിലുള്ളത് കൊണ്ട് ഞാനും ആമീസും അച്ഛനും അവിടെ തന്നെ ഇരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ രാധികയുടെ വീട്ടിലോട്ട്. നമ്മളങ്ങനെ രാധികയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ഓരോ സാധനങ്ങളും ഓരോരുത്തരെടുത്ത് വീട്ടിലോട്ട് യാത്രയായി. ആമി 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 നമ്മൾ ആമീസിന് ഒരു ഫ്രണ്ടിനെ കിട്ടി. ഊഞ്ഞാലാടുകയാണ്. അടിക്കോളൂ കുട്ടി, അടിക്കോളൂ. കുട്ടിക്കൊന്നുമില്ല, അടിക്കോളൂ. നമ്മുടെ രാധമ്മയുടെ കൊട്ടാരം ഓരോ പ്രിപ്പറേഷനാണ്. നോക്കാം. നമ്മുടെ ചായ തിളക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടിയിലാണ് കേട്ടോ. ഹായ്, ചായ കുടിക്കട്ടെ. ഇത് സ്വന്തം ചങ്ക് ദിലീപ് കേട്ടോ. നമ്മൾ ഭക്ഷണമെല്ലാം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് ബീഫും ചോറും മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കാണിച്ചു തരാവേ. നമ്മുടെ സ്വന്തം ബീഫ്. ഇത് എന്ത് മീനാന്നാ പറഞ്ഞേ? വറ്റയാ? ഇത് വറ്റ മീൻ. ഇത് വറുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങള്? നമ്മുടെ സ്വന്തം രാധമ്മയാണിത്. രാധമ്മയുടെ മോളായത്. ആ സാധനത്തിന് പിന്നെ അറിയാലോ, ഒരാൾ ഒളിച്ചിരുന്നിട്ട് വെജിറ്റബിൾ കട്ടിങ് ആണേ.
ഫുഡിൻ്റെയൊക്കെ മേൽനോട്ടം നമ്മൾ പ്രണീതാട്ടോ. പ്രണീതിൻ്റെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് പുള്ളി. അതിൻ്റെ മസാല ഉണ്ടാക്കുന്ന തിരക്കാണ്. ഭയങ്കര ഷെഫാണ് ഷെഫ്. നല്ലോണം വരട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ മസാലയൊക്കെ ഇവിടെ സെറ്റായി കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ പുള്ളി. എന്നിട്ട് നമുക്ക് എല്ലാവരും കുറച്ച് ചാവുകയാണ്. അശ്വതിയുടെ ബീഫിൻ്റെ മസാല ഒന്ന് വറുത്തതാട്ടോ. എല്ലാവരും ചുമച്ചൊരു സൈഡായി. മീൻ പൊരിക്കട്ടെ. മീൻ ബീഫാകാനായി വെകിട്ട് അത് ഇട്ടോട്ടോ. കറിവേപ്പില ഇട്ടോ. എന്താ കളറല്ലേ. ഫിഷ് ഫ്രൈ ആകട്ടെ. ബീഫും മാങ്ങ ഫുള്ളായിട്ട് ഉപ്പിലിട്ടു ഗൈസ്. എന്ത് രസമാണ്. ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത് വെച്ചതാട്ടോ. പഴുത്താണോടി? പഴുത്ത മാങ്ങ ഉപ്പിലിട്ടതാ? കാണാൻ തന്നെ കൊതിയാണ്. ബീഫൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. മസാലയൊക്കെ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അങ്ങ് വരട്ടി അങ്ങ് എടുത്താലോ. ബീഫ് മസാലയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ. മീൻ ഫ്രൈയും അപ്പോൾ ഫ്രൈ ഒക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ബീഫ് അങ്ങോട്ട് കുറച്ച് ചാറ് വേണേ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് ഏകദേശം ഫുള്ളായിട്ട് വെന്തു. ഇനി വറുത്തിടേണ്ട പരിപാടിയാണ്. തേങ്ങയും കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ കൂടിയിട്ട്. അശ്വതിൻ്റെ റെസിപ്പി സൂപ്പറായിരുന്നു. ബീഫിൻ്റെ മണം ഇങ്ങോട്ട് മൂക്കിലോട്ട് അടിക്കുമ്പോൾ എൻ്റെ ശിവനേ ഒന്നും പറയാനില്ല. എനിക്ക് ബീഫിന് ഭയങ്കര കൊതിയാന്ന് നിങ്ങൾക്കറിയാലോ. കാരണം വീട്ടിൽ ബീഫ് വെക്കുകയില്ല, ഇവിടെ നിന്നാലും കഴിക്കത്തുമില്ല കേട്ടോ. എന്തെങ്കിലും കൊതിയ വരുമ്പോൾ പുറത്തോട്ട് കഴിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് ബീഫ് കാണുമ്പോൾ എൻ്റെ നെഞ്ചും കൂടെ അങ്ങ് തകരാൻ തുടങ്ങും. ഒരു പിടി അങ്ങ് പിടിക്കണേന്ന്. രാധികയുടെ സ്ട്രോബെറി പറിച്ചില്ലല്ലോ അല്ലേ? എല്ലാം പറിച്ചു കളഞ്ഞില്ലേ രാവിലെ തന്നെ? അതെ, കഴിഞ്ഞു. കമ്പിളി നാരങ്ങ നല്ലോണം അങ്ങ് പൊളിക്കി. ഞാൻ ഊട്ടിക്ക് പോകുമ്പോഴാണ് കഴിച്ചിട്ട് പക്ഷെ ഇതല്ല രസം. നല്ല രസമുണ്ട് അവിടെ പഴുത്താല്. ഇത് ഇവിടെ ഉണ്ടോ നമ്മളെ മീനോ കഴിഞ്ഞു. നമ്മളെ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഭയങ്കര മഴയായിരുന്നു. ഉപ്പ് മാത്രമല്ല കമ്പിളി നാരങ്ങ അത് കൊടുത്തുന്നേ. കുഞ്ഞ ഉപ്പുണ്ടാ പൊളിച്ച് അതൊക്കെ അങ്ങനെ വിളിക്കും. അതന്നെ ഇത്രയും നല്ല ചക്കനാണ്. കുരുണ്ടോ? നമുക്ക് അങ്ങോട്ട് നടക്ക് ആ മരിങ്ങ് നീങ്ങിയേക്ക് പോന്നു. പൊന്നുന്റെ തീറ്റ പ്രണീത് കൊതിക്കിൻ്റെ പേരും പറഞ്ഞ് എന്നെ മനഃപൂർവ്വം അടിച്ചതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സംശയമുണ്ടോ? പ്രണീതേ വെച്ചിട്ടുണ്ടടാ. എടുത്തോ. കുറേ പറിച്ചു വിട്ടോ അവർ. അടിപൊളി. ഇവിടെ ഫുള്ള് കമ്പിയുണ്ടോ? ഇതൊക്കെ ആന കളഞ്ഞ കമ്പിയാട്ടോ. ഈ പ്ലാവിൽ നിന്നെല്ലാം ചക്ക പറിക്കാൻ വരുമ്പോഴോ ആന. പെറുക്കി എടുത്ത് വാ. ഡ്രാഗന്റെ അല്ലേ? ബാഹുബലി. തത്തമ്മേ പൂച്ച തത്തമ്മേ വർത്താനം പറ. തത്തമ്മേ അമ്മീസേ തത്തമ്മ വിളിക്ക്. എന്നോട് വർത്താനം പറയുന്നേ. ഇനി ഫുഡിലേക്ക് അങ്ങ് കടന്നാലോ. ബീഫും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം.
ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എവിടെയും കാണുന്നതായിരിക്കില്ല. കാരണം അറിയാലോ, നിങ്ങൾ കൊതി വിടും എൻ്റെ കഴിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ പതുക്കെ വിളമ്പെടുത്താൽ മതി. അവൾക്ക് കുടുംബശ്രീ ഒന്നും ഇല്ല ഇന്ന്. അവന് വേണ്ടുന്ന അവൻ വിളമ്പെടുത്തോളൂ. എന്റെ അടുക്കളയിൽ ഞാൻ ആ വിത്ത് ഡാലിയൻ്റെ ചേച്ചിക്ക് ടാറ്റ പറ. ടാറ്റാ ടാറ്റാ. ശരി, ഏയ് എല്ലാം പറഞ്ഞ പോലെ ബൈ ടാറ്റാ. വേണ്ട മതി വേണ്ട മതി. നമ്മോട്ടെ ചേച്ചി എങ്ങോട്ടാ? ഞങ്ങളെ കൂടെ വരണമെന്ന് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. എന്നിട്ട് പകുതി വരെ നമ്മൾ കൊടുത്തിട്ട് രാധമ്മ വന്നു. ബൈ പറ ആ കൈ കൊടുക്ക്. ബൈ ബൈ. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. വരാം, വന്നിരിക്കും ഇനിയും. ടാറ്റാ. അവളോട് യാത്രയും പറഞ്ഞ് ഞങ്ങളും ഇങ്ങോട്ടേക്ക് തിരിച്ചു. അവളെ കൂട്ടായിരുന്നല്ലേ പാവം. ഇനിയും അങ്ങോട്ട് വരാമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാട്ടോ വന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം, ഓർമ്മയില്ലേ? ആകാശത്തൊട്ടിൽ വരുവടാ. നമ്മൾ ഇനി ഇങ്ങോട്ട് തന്നെ വരും, അടുത്ത വർഷം ആകട്ടെ ട്ടാ. അങ്ങനെ പോകുമ്പോഴാണ് അങ്ങ് മലമുകളിൽ ഒരു പള്ളി ഞാൻ കാണുന്നത് കേട്ടോ. നോക്കി എന്തൊരു ഭംഗിയാണ്. ആ തേയില തോട്ടങ്ങൾക്കിടയിൽ ഒരു പള്ളി. ആഹാ, അടിപൊളി, കൊള്ളാല്ലേ? ഇനി നമുക്ക് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ വാങ്ങാനുണ്ട്. വലിയൊരു തേയിലത്തോട്ടമുണ്ട് അവിടെ. അപ്പം അതിനോട് ചേർന്ന് തന്നെ ഒരു ഫാക്ടറിയും ഉണ്ട്. അപ്പം ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ വാങ്ങാൻ വേണ്ടി അവർ പോയിട്ടുണ്ട്. കാണിച്ചരാ കേട്ടോ. തോട്ടം ചെറുങ്ങനെ കാണാൻ പറ്റുള്ളൂ. ആ കാണുന്ന കേട്ടോ, അതിനോട് ചേർന്ന് തന്നെയാണ് ഇതുണ്ടോ ഒരു ഫാക്ടറി ഉണ്ട്. ആമീസ് നല്ല ഉറക്കമാണ് എൻ്റെ മടിയിൽ കിടന്നിട്ട്. അതുകൊണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അവർ പോയിട്ട് മേടിക്കുന്നുണ്ട്. 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 3:45 കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4:30-5 മണിയാകുമ്പോഴത്തേക്കും നാട്ടിലെത്താൻ പറ്റുമായിരിക്കും. യാത്ര അടിപൊളിയായിരുന്നു. കുറേ പേരും കൂടി ഉണ്ടാവണമായിരുന്നു. നമ്മൾ 3-4 പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ, എൻ്റെ അഭിപ്രായം പറയണേ. റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് കൊള്ളാലോടാ. പാരിസൺസിൻ്റെ കമ്പനിയാണ് കേട്ടോ ഇത്. നമ്മൾ ടി വിയിൽ പരസ്യമൊക്കെ കാണില്ലേ അല്ലേ? ആ, അങ്ങനെ എന്തൊരു കമ്പനിയാണ്. തിരിച്ചു വരുമ്പോഴോ കേട്ടോ വേഗം എത്തിയത്, എവിടെയും നിർത്തിയില്ല. അശ്വതിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞതുകൊണ്ട്, കുടുംബശ്രീ കാര്യങ്ങൾ എന്തൊക്കെയുള്ളത് കൊണ്ട് നമ്മൾ എവിടെയും നിർത്താതെ പറപ്പിച്ച് വിട് പാപ്പാന്ന് പറഞ്ഞ പോലെ എങ്ങും തൊടാതെ ഇങ്ങെത്തി. ചുരമൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ അശ്വതീൻ്റെ വീട് എത്താനായിട്ടുണ്ട്. ഇനി അവൾക്ക് കമ്പിളി നാരങ്ങയും ഉപ്പിലിട്ട മാങ്ങയും ഒക്കെ കൊടുക്കണം. ഇന്നത്തെ യാത്ര അടിപൊളി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രക്കും എൻജോയ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് തോന്നില്ലേ? ഇല്ലേ? അശ്വതിനെ യാത്രയാക്കി നമ്മൾ തിരിച്ചു. ഇപ്പം മാടത്തി എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സമയമോട് ഇരട്ടിയിൽ നിന്ന് സങ്കേതനെ കണ്ടിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇരട്ടി പാലം എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി കുറച്ചും കൂടി ഉള്ളൂ വീട്ടിലോട്ട്. അയ്യോ, യാത്ര പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. ഇനിയും കുറേയും കൂടി വേണമായിരുന്നു. ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. ഇനി ഒരു 2-3 ദിവസമൊക്കെ അടിച്ചു വിളിക്കാനുള്ളൊരു ടൂറ്. നാട്ടിലെത്തിയിരിക്കുന്നു. കയറിയിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മാമോനോട്. നമ്മളിവിടെ കറക്റ്റ് ഇവിടെ എത്തിയ പാട് ഉഷാമ എത്തിയിട്ടോ. അതൊക്കെ ഒരുമിച്ചാണ് വീട്ടിലോട്ട് പോയത്.
വീട്ടിലേക്ക് ഇട്ടു. എല്ലാവരും കൂടി വീട്ടിലോട്ട് പോയി. എന്നെ കണ്ടൊരു സന്തോഷമുണ്ട്, ഇവരെ കണ്ടത് കുറയും. മിക്സിങ് ആട്ടത് എല്ലാം കൂടിയിട്ട് പോവാം നമുക്ക്. അല്ല അനക്ക് എല്ലാം എടുക്കും. ആടാ എടുത്തു. ഞാൻ ഒറ്റക്കമ്മനെ കുളിപ്പിക്കുവാ. നമ്മുടെ വയനാടൻ വ്ളോഗ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബൊക്കെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഓക്കേ.